ശ്രീ മുഹമ്മദ് മോഹ്സിൻ. ഈ 4 ഇയർ ഡിഗ്രി കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസാനത്തെ വർഷം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ റിസർച്ച് ഓറിയൻറ്റേഷൻ വരാനും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ള നിലക്കും വലിയ പ്രയോജനം കിട്ടും. അതിനുവേണ്ടിയാണല്ലോ അപ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് പോർട്ടൽ കെൽട്രോണുമായി ചേർന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ. എൻ്റെ ചോദ്യം, ഇൻഡസ്ട്രിയൽ ഓറിയന്റഡ് ആയിട്ടാണ് അതൊക്കെ പോകുന്നത്. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളടക്കം സർക്കാർ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളടക്കം ഈ 4 ഇയർ ഇന്റേൺഷിപ്പ് അവരുടെ ലാസ്റ്റ് വർഷത്തെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കൂടി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അതിൻ്റെ ഒരു SOP ഉണ്ടാക്കി അതിനുള്ളൊരു സംവിധാനം കൂടി ഒരുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും വളരെ നല്ല നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട മെമ്പർ മുന്നോട്ട് വെച്ചത്. കില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവയെല്ലാം നമുക്ക് എംപാനൽ ചെയ്യാൻ കഴിയും ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ തന്നെ KTU 1000 പ്രൊജക്റ്റുകളാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ കീറാമുട്ടിയായിരുന്ന മാലിന്യ സംസ്കരണ പ്രശ്നത്തിൽ ഉൾപ്പെടെ തങ്ങളുടെ കൈവശമുള്ള സാങ്കേതിക വിദ്യയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ KTUവിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ക്യാമ്പസിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള സമൂഹത്തിലെ തീക്ഷ്ണമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക സർക്കാരുകളുമായിട്ടുള്ള സഹകരണം തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് വലിയ വഴിയാണ് തുറന്നിടുക. അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്.